Hi and welcome to the new video. In this video, I'll be discussing about electromagnetic induction type relay, which comes under the category of electromechanical type relays. Okay. Already നമ്മൾ ഇലക്ട്രോമെക്കാനിക്കൽ ടൈപ്പ് റിലേസ് പറഞ്ഞു. അതിൽ രണ്ട് ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. ഇലക്ട്രോമാഗ്നറ്റിക് അട്രാക്ഷൻ ടൈപ്പ് ആൻഡ് ഇൻഡക്ഷൻ ടൈപ്പ്. സോ ഓൾറെഡി അട്രാക്ഷൻ ടൈപ്പ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ ലെക്ചറിൽ നമുക്കിതിൽ ഇൻഡക്ഷൻ ടൈപ്പ് എന്താണെന്ന് നോക്കാം. സോ മെയിൻലി ഇൻഡക്ഷൻ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മെഷർമെന്റ്സിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള സിമിലർ പ്രിൻസിപ്പിളും കാര്യങ്ങളും അതിൻ്റെ സ്ട്രക്ചറും ഒക്കെ ഒരുവിധം അതേപോലെയൊക്കെ തന്നെയാണ്. സോ വളരെ ഡീപ്പായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടതില്ല, പെട്ടെന്ന് മനസ്സിലാകാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ഇപ്പോൾ ഇവിടുത്തെ മെയിൻ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ്, അത്ര തന്നെ വരുന്നത്. So electromagnetic induction relays operate on the principle of induction motor and are widely used for protective relaying purposes involving AC quantities. So induction എന്നുള്ളത് ഒന്നുകൂടി സ്പെസിഫിക് ആയിട്ട് ഇൻഡക്ഷൻ മോട്ടോറിന്റെ പ്രിൻസിപ്പിളാണ് ഇവിടെ വരുന്നത്. അതായത് ഇൻഡക്ഷൻ കാരണം റൊട്ടേഷൻ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഇതിൽ വരുന്നത്. ഓക്കെ, ഇത് എ സി ക്വാണ്ടിറ്റീസിന്റെ മെഷർമെന്റിനാണ് യൂസ് ചെയ്യുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഇൻഡക്ഷൻ ഉണ്ടാവണമെങ്കിൽ ചേഞ്ചിങ് കറണ്ട് ചേഞ്ചിങ് ഫ്ലക്സ് വേണം. അപ്പോൾ ആ ഒരു രീതിക്ക് അത് വരുന്നത്. ആൻഡ് ദേ ആർ നോട്ട് യൂസ് വിത്ത് ഡി സി ക്വാണ്ടിറ്റീസ് ഓയിങ് ടു ദ പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ. ഈ പറഞ്ഞ കാര്യം പോലെ ഡി സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഈ വേരിയേഷൻ വരാത്തത് കൊണ്ട് നമുക്ക് അവിടെ ഉപയോഗിക്കാൻ പറ്റില്ല. സോ എ സി ക്വാണ്ടിറ്റീസിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്, ഇൻഡക്ഷൻ ടൈപ്പ് റിലേസ് ഉപയോഗിക്കുന്നത്. സോ ആൻ ഇൻഡക്ഷൻ റിലേ എസെൻഷ്യലി കൺസിസ്റ്റ് ഓഫ് എ പിവോട്ടഡ് അലുമിനിയം ഡിസ്ക് placed in two alternating magnetic fields of the same frequency but displaced in time and space. ഓക്കെ, സോ സിംപിളി ഇതിൽ മെയിൻ ആയിട്ടുള്ള രണ്ട് കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നൊരു അലുമിനിയം ഡിസ്ക് ആണ്. ഈ അലുമിനിയം ഡിസ്ക് എന്ന് പറഞ്ഞാൽ പിവോട്ട് ചെയ്ത് വെച്ചിരിക്കുകയായിരിക്കും. അത് രണ്ട് മാഗ്നറ്റിക് ഫീൽഡുകളുടെ ഇടയിലായിട്ടായിരിക്കും വെച്ചിട്ടുണ്ടാവും. ഈ രണ്ട് മാഗ്നറ്റിക് ഫീൽഡുകളുടെയും ഫ്രീക്വൻസി എന്താണ്, സെയിം ആണ്. സേ φ1 and φ2 are the fluxes and φ1 and φ2 are of same frequency, but the thing is that they are displaced in time and space. Okay, അപ്പോൾ അവര് ഫേസ് ഡിഫറൻസ് ഉണ്ടായിരിക്കും ഈ രണ്ട് ഫ്ലക്സുകളും തമ്മിൽ. ഈ ഒരു രണ്ട് ഫ്ലക്സുകളും തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് ആണ് ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. കാരണം ആ ഫേസ് ഡിഫറൻസ് ആണ് ഇതിൻ്റെ വർക്കിംഗ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇത് നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്, ഓർമ്മ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഇവിടെ ഈ ഫ്ലക്സ് കാരണം ഈ അലുമിനിയം ഡിസ്കിൽ ഒരു കറണ്ട് ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്ത് ഒരു എഡി കറണ്ട് ഫോം ചെയ്യും. അതാണ് I1 എന്ന് പറയുന്നത്. അതേപോലെ φ2 ഇതിൽ എന്ത് ഇൻഡ്യൂസ് ചെയ്യും, I2 എന്നുള്ള പറഞ്ഞ കറണ്ട്. ഇവിടെ എന്ത് സംഭവിക്കുക വെച്ച് കഴിഞ്ഞാൽ φ1 വിൽ ഇന്ററാക്ട് വിത്ത് I2 ആൻഡ് വിൽ ഫോം എ ഫോഴ്സ്. then φ2 will interact with I1 and give rise to some force F2 say. ഓക്കെ, ഇപ്പൊ ഇവിടെ രണ്ട് ഫോഴ്സുകൾ വന്നു. ഇപ്പൊ ഇവര് തമ്മിൽ ഇനി ഇന്ററാക്ട് ചെയ്യും. ഇപ്പൊ ഈ രണ്ട് ഫോഴ്സുകൾ ഇന്ററാക്ട് ചെയ്യും, പ്രൊവൈഡഡ് അവിടുത്തെ നമ്മുടെ ഈ ഫേസ് ആംഗിൾ പറഞ്ഞു ഒരു ഡിഫറൻസ്, ഫേസ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഫേസ് ആംഗിളിന് അനുസരിച്ച് ഒരു എഫക്റ്റീവ് ഫോഴ്സ് അല്ലെങ്കിൽ ടോർക്ക് അവിടെ ഉണ്ടാവും. അതാണ് ഇതിന്റെ മൂവ്മെന്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ മൂവ്മെന്റ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഡിസ്ക് മൂവ് ചെയ്യുന്നതും ബാക്കി നമ്മുടെ ഓപ്പറേഷനും കാര്യങ്ങളും നടക്കുന്നത്. അപ്പോൾ അതായത് ഫോൾട്ട് കറണ്ടിന് അനുസരിച്ചും പ്രൊപ്പോർഷണൽ ആയിട്ടാണ് കാര്യങ്ങളൊക്കെ നടക്കുക. അപ്പം ബേസിക്കലി നമുക്ക് ഇവിടെ ഉള്ളത് ഒരു അലുമിനിയം ഡിസ്ക് രണ്ട് മാഗ്നറ്റിക് ഫീൽഡുകളിൽ വിത്ത് സെയിം ഫ്രീക്വൻസിയിൽ വെച്ചിരിക്കുന്നു. ബട്ട് they are space displaced in time and space. അതായത് ഒരു ഫേസ് ഡിഫറൻസ് ഉണ്ട്. And the torque is produced in the disk by the interaction of one of the magnetic fields with the current induced in the disk by the other. അതാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. φ1 with I1 I2ഉം φ2 with I1ഉം തമ്മിൽ ഇന്ററാക്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഫോഴ്സ് അല്ലെങ്കിൽ ടോർക്ക്, അതിന്റെ എഫക്റ്റീവ് ഒരു ഇത് കാരണമാണ് അവിടെ എന്തുണ്ടാവുന്നത്, മൂവ്മെന്റ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇത് നോക്കാൻ വേണ്ടിയിട്ട് നമുക്കിപ്പോൾ ഈ ഒരു കാണിച്ചിട്ടുള്ള ടൈപ്പ് ഒരു ഫിഗർ നോക്കാം. ഈ ഫിഗറിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. ഇതാണ് നമ്മുടെ അലുമിനിയം ഡിസ്ക്. ഇത് φ2, ജസ്റ്റ് ആദ്യം φ2 എന്ന് എഴുതിയത് മാത്രമേ ഉള്ളൂ. φ2 ഉള്ള അത് കാരണം ഉണ്ടാവുന്നതാണ് I2 എന്ന് പറയുന്ന കറണ്ട്. φ1 കാരണം ഇൻഡ്യൂസ് ചെയ്യുന്നതാണ് I1 എന്ന് പറയുന്ന കറണ്ട്. ഓക്കെ, അപ്പൊ അതിന്റെ രണ്ടിന്റെയും ഡയറക്ഷനാണ് കാണിച്ചിട്ടുള്ളത്. സോ ദ ടു AC fluxes φ2 and φ1 ഡിഫറിങ് ഇൻ ഫേസ് ബൈ ആൻ ആംഗിൾ ആൽഫ. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി രണ്ടും തമ്മിൽ ഫേസ് ഡിഫറൻസ് ഉണ്ട്, ആൽഫ ഫേസ് ഡിഫറൻസ് ഉണ്ട്. ആൻഡ് ദേ വിൽ ഇൻഡ്യൂസ് EMF ഇൻ ദ ഡിസ്ക് ആൻഡ് കോസ് എ സർക്കുലേഷൻ ഓഫ് എഡി കറൻസ് I2 ആൻഡ് I1 റെസ്പെക്റ്റീവ്ലി. അപ്പോൾ രണ്ട് എഡി കറൻസ് I2ഉം I1ഉം ഉണ്ട്. ഇപ്പോൾ രണ്ടും സിമിലർ സെയിം ഫ്രീക്വൻസി ആണ് φ2 ആൻഡ് φ1, ബട്ട് ദേ ആർ ഡിഫറിങ് ഇൻ ഫേസ് ബൈ ആൻഡ് ആംഗിൾ ആൽഫ. അപ്പോൾ അത് കാരണം ഇവിടെ രണ്ട് കറണ്ടുകൾ I2 ആൻഡ് I1 ഉണ്ടായി. ആൻഡ് ദീസ് കറൻസ് ലാഗ് ബിഹൈൻഡ് ദെയർ റെസ്പെക്റ്റീവ് ഫ്ലക്സസ് ബൈ 90 ഡിഗ്രി. നമുക്കറിയാം കറണ്ട് ഫ്ലക്സിന്റെ 90 ഡിഗ്രി ലാഗിങ്ങിലായിട്ടാണ് ഉണ്ടാവുക. ഓക്കെ, ഇപ്പോൾ അതാണ് ഇവിടെ താഴെ ഫേസ് ഡയഗ്രായിട്ട് കാണിച്ചിട്ടുള്ളത്. φ2
φ2 അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അപ്പോൾ I2 വരാം, അതേപോലെ φ1 കറസ്പോണ്ടിങ് ആയിട്ട് I1 വരാം. ഓക്കെ, അപ്പോൾ അതങ്ങനെ കാണിക്കാൻ കാരണം എന്താ വെച്ചാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇത് ഇൻട്രാക്ട് ചെയ്യുന്നത് φ2ഉം I1ഉമാണ്, അതേപോലെ φ1ഉം I2 ആണ്. അപ്പോൾ അത് കാരണം ഇൻട്രാക്ട് ചെയ്തുണ്ടാവുന്ന ഫോഴ്സുകളുമാണ് അവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഫോഴ്സുകളാണ് കാണിച്ചത്. അപ്പോൾ ഇതിൽ തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, ഈ ഫോഴ്സുകൾ എന്താ ഒപ്പോസിംഗ് ആണ്. അപ്പോൾ ഇതിന്റെ റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഡിഫറൻസ് ആയിട്ടാണ് വരാൻ പോകുന്നത്. അപ്പോൾ അതാണ് ഇവിടെ നമ്മളൊരു എക്സ്പ്രഷൻ ഫോം ചെയ്യാം. ഓൾറെഡി ഞാൻ പറഞ്ഞ പോലെ മെഷർമെന്റ്സിൽ കണ്ടിട്ടുള്ളതായിരിക്കാം, എന്നാലും ഒന്നുകൂടി പറയാം. സോ വി ആർ ടേക്കിംഗ് φ1 ഈക്വൽ ടു φ1 സൈൻ ഒമേഗ ടി. ഇപ്പോൾ അതാണ് റെഫറൻസ് എടുക്കണമെന്ന് വിചാരിക്കുക. നമ്മൾ ഓൾറെഡി പറഞ്ഞു ആൽഫ ഡിഗ്രി ഫേസ് ഡിഫറൻസ് ഉണ്ട് φ1ഉം φ2 തമ്മിൽ. ആൽഫ ലാഗിങ് ആണ് φ1, അല്ലെങ്കിൽ ആൽഫ ലീഡിങ് ആണ് φ2. അപ്പോൾ നമുക്ക് φ2 എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം? φ2 മാക്സ് സൈൻ ഒമേഗ ടി പ്ലസ് ആൽഫ, where φ1 and φ2 are the instantaneous values of fluxes and φ2 leads φ1 by an angle alpha. Okay, then assuming the phase in which the rotor current flow have negligible self-inductance, the rotor currents will be in phase with their voltages. Okay, അപ്പോൾ negligible inductance എന്നുള്ള assumption നമുക്ക് കറണ്ട് എന്ന് പറഞ്ഞാൽ പ്രൊപ്പോർഷണൽ ടു എന്ത് വരും? ചേഞ്ച് ഇൻ ഫ്ലക്സ്. സോ ഡി φ1 ബൈ ഡി ടി ആവും I1, അതേപോലെ I2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊപ്പോർഷണൽ ടു ഡി φ2 ബൈ ഡി ടി. ഓക്കെ, നമ്മുടെ കയ്യിൽ φ1 ഉണ്ട്, φ2 ഉണ്ട്, ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. സൈൻ മാറിയിട്ട് എന്താവും? കോസ് ആവും. സോ ഡി ബൈ ഡി ഒമേഗ ടി φ1 സൈൻ ഒമേഗ ടി ഡെറിവേറ്റീവ് എടുക്കുന്നു. സോ φ1 മാക്സ് കോസ് ഒമേഗ ടി ആവും. അതേപോലെ I2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ φ2 മാക്സ് കോസ് ഒമേഗ ടി പ്ലസ് ആൽഫ. ഇനി നമുക്കറിയാം F1 എന്ന് പറഞ്ഞ ഫോഴ്സ് ഉണ്ടാവുന്നത് ബൈ ഇൻട്രാക്ഷൻ ഓഫ് ഫ്ലക്സ് 2 വിത്ത് കറണ്ട് I1. സോ φ2 വിത്ത് I1. സോ F1 ഈസ് പ്രൊപ്പോർഷണൽ ടു φ1 F1 is φ1 I2. So F1 is proportional to φ1 into I2, and similarly F2 is proportional to φ2 and I1. ഓക്കെ, അത് ജസ്റ്റ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓൾറെഡി നമ്മുടെ കയ്യിൽ φ1ഉം φ2 ഉണ്ട്, I1ഉം I2 ഉണ്ട്. അപ്പോൾ അത് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്യാവുന്നതാണ് നമുക്ക്. അതേപോലെ നമുക്ക് ഇതിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞു നെറ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ രണ്ടിന്റെയും ഡിഫറൻസ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഞാൻ തൽക്കാലം F2 മൈനസ് F1 എന്നുള്ള രീതിയിൽ എടുക്കുന്നു. സോ F ഈസ് പ്രൊപ്പോർഷണൽ ടു F2 മൈനസ് F1, which is proportional to φ2 I1 minus φ1 I2. ഇതിൽ നമ്മൾ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടിലും φ1 മാക്സ് φ2 മാക്സ് കോമൺ ആയിട്ട് ഉണ്ടാവും, അതിനെ പുറത്തേക്ക് എടുത്തു. ബാക്കി ഇവിടെ വരാൻ പോകുന്നത് സൈൻ ഒമേഗ ടി പ്ലസ് ആൽഫ കോസ് ഒമേഗ ടി മൈനസ് കോസ് ഒമേഗ ടി പ്ലസ് ആൽഫ സൈൻ ഒമേഗ ടി എന്ന് വരും. അതായത് സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി എന്നുള്ള ഫോർമാറ്റിൽ വരും. അതായത് സൈൻ എ മൈനസ് ബി എന്നുള്ളതിൽ വരും. ഇപ്പോൾ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒമേഗ ടി പ്ലസ് ആൽഫയാണ് നിൽക്കുന്നത്, ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒമേഗ ടി ആണ് നിൽക്കുന്നത്. സോ ഒമേഗ ടി പ്ലസ് ആൽഫ മൈനസ് ഒമേഗ ടി എന്ത് ക്യാൻസൽ ആവും? ഒമേഗ ടി ക്യാൻസൽ ആവും, ബാക്കി ആൽഫ വരും. സോ ഇക്വേഷൻ എന്തായി വരും? പ്രൊപ്പോർഷണൽ ടു φ1 മാക്സ് φ2 മാക്സ് സൈൻ ആൽഫ വരും. ഓക്കെ, അല്ലെങ്കിൽ ജസ്റ്റ് സിംപ്ലി നമുക്ക് ഇതിനെ ക്യാപിറ്റൽ φ1 φ2 എന്നുള്ള രീതിയിൽ എഴുതുകയാണെങ്കിൽ പ്രൊപ്പോർഷണൽ ടു φ1 φ2 സൈൻ ആൽഫ. അപ്പോൾ ഇതിൽ നിന്ന് ഇത്രേ നമുക്ക് വരുന്നുള്ളൂ. എന്താ ഈ ഫോഴ്സ് എന്ന് പറയുന്നത് മെയിൻലി മാക്സിമം വാല്യൂ ഓഫ് ഫ്ലക്സ്, അത് കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ പ്രൊപ്പോർഷണൽ ടു ദാറ്റ് ഫേസ് ആംഗിൾ, സൈൻ ഓഫ് ദാറ്റ് ഫേസ് ആംഗിൾ. അപ്പോൾ ആ ഫേസ് ആംഗിൾ ആണ് അവിടുത്തെ മെയിൻ ആയിട്ടുള്ള കാര്യം. ഇപ്പോൾ ഈ ഫേസ് ആംഗിൾ അവിടെ ഉണ്ടാവണം, ഫേസ് ഡിഫറൻസ് ഉണ്ടാവണം രണ്ട് ഫ്ലക്സിൽ, അത് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ ഇൻഡക്ഷൻ ടൈപ്പിൽ ഡിഫറെൻറ്റ് കൺസ്ട്രക്ഷൻസിൽ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന കാര്യം. ഓക്കെ, അപ്പോൾ എന്തായാലും ഇത്രേ വേണ്ടുള്ളൂ. ഒരു അലുമിനിയം ഡിസ്ക് വേണം, അത് രണ്ട് ഫ്ലക്സ് ഫീൽഡുകളുടെ ഇടയിൽ നിൽക്കണം. ആ ഫ്ലക്സ് ഫീൽഡുകൾ തമ്മിൽ എന്ത് വേണം? ഒരു ഫേസ് ഡിഫറൻസ് വേണം. ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന കാര്യങ്ങൾ അതിലേക്ക് കൊണ്ടുവരാം. അതായത് നമ്മുടെ റിലേ ഓപ്പറേറ്റ് ചെയ്യാനുള്ള ഫോഴ്സ് അല്ലെങ്കിൽ ടോർക്ക് അവിടെ എത്തിക്കാൻ പറ്റും. ഓക്കെ, ഈ നേരത്തെ പറഞ്ഞ നമ്മുടെ എക്സ്പ്രഷൻ ഇപ്പോൾ പറഞ്ഞ φ1 φ പ്രൊപ്പോർഷണൽ ടു ടോർക്ക് പ്രൊപ്പോർഷണൽ ടു അല്ലെങ്കിൽ ഫോഴ്സ് പ്രൊപ്പോർഷണൽ ടു φ1 φ2 സൈൻ ആൽഫയിൽ നമുക്ക് കിട്ടാവുന്ന കാര്യങ്ങൾ ഒന്ന്, ദ ഗ്രേറ്റർ ദ ഫേസ് ആംഗിൾ ആൽഫ ബിറ്റ്വീൻ ദ ഫ്ലക്സസ് ദ ഗ്രേറ്റർ ഈസ് ദ നെറ്റ് ഫോഴ്സ് അപ്ലൈ ടു ദ ഡിസ്ക്. അല്ലെ, സൈൻ ആണ്, സൈനിന്റെ വാല്യൂ മാക്സ് കൂടുമ്പോൾ അതിനനുസരിച്ച് മാക്സിമം വരും. അപ്പോൾ മാക്സിമം വരാൻ പോകുന്ന എത്രയിലായിരിക്കും? 90 ഡിഗ്രിയിലായിരിക്കും. സോ maximum force will be produced when the two fluxes are 90 degree out of phase. Okay, then the net force is the same at every instant. Force എന്ന് പറയുന്നത് സെയിം ആണ്, net force എന്ന് പറയുന്നത്. This fact does not depend upon the assumptions made in arriving at the expression. Then the direction of the net force and hence the direction of motion of the disk depends upon which flux is leading. അപ്പോൾ നമ്മളവിടെ F2 മൈനസ് F1 എന്ന് എടുത്തു കഴിഞ്ഞാലും അത് ആക്ച്വലി ഡിപ്പെൻഡ്സ് ഓൺ ആൽഫ. ആൽഫയിലെ ഏതാണ്, φ1 ആണോ ലീഡ് ചെയ്യുന്നത് φ2 ആണോ ലീഡ് ചെയ്യുന്നത്, അതിനനുസരിച്ചിരിക്കും ഇതിന്റെ നെറ്റ് ഫോഴ്സിന്റെ ഡയറക്ഷനും അതേപോലെ ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ദ ഡിസ്കും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ആ എക്സ്പ്രഷനിൽ കിട്ടുന്ന കാര്യങ്ങൾ. പിന്നെ ഇതിന് ഉപയോഗിക്കുന്ന
ഡിഫറെൻറ്റ് സ്ട്രക്ചേഴ്സ് ഇപ്പോൾ നമ്മൾ മുന്നേ പറഞ്ഞ ഇലക്ട്രോമാഗ്നറ്റിക് അട്രാക്ഷൻ ടൈപ്പിലെ പോലെ ഇൻഡക്ഷൻ ടൈപ്പിലും ഡിഫറെൻറ്റ് സ്ട്രക്ചേഴ്സും ഉണ്ട്. ഫോർ ഒബ്റ്റെയിനിങ് ദ ഫേസ് ഡിഫറൻസ് ഇൻ ഫ്ലക്സസ് ആർ one is a shaded pole structure, then is a watt hour meter or double winding structure, then is a induction cup structure. Okay, ഇപ്പോൾ ഇങ്ങനെ 3 കൺസ്ട്രക്ഷൻസ് ആണ് ഉപയോഗിക്കുന്നത്. അതിലിപ്പോൾ രണ്ടാമത്തെ വാട്ട് അവർ മീറ്റർ കൺസ്ട്രക്ഷൻ ഓൾറെഡി കവർ ചെയ്തിട്ടുള്ളതാണ്, അതായത് മെഷർമെന്റ്സിൽ കണ്ടിട്ടുള്ളതായിരിക്കും. അതേ സെയിം വാട്ട് അവർ മീറ്ററിലത്തെ അതേ കൺസ്ട്രക്ഷൻ ആയതുകൊണ്ടാണ് അതിൻ്റെ പേര് തന്നെ വന്നത്. പിന്നെ ഫസ്റ്റത്തെ ഷെയ്ഡഡ് പോളാണ്, സോ പോള് ഷെയ്ഡ് ചെയ്ത് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ലാസ്റ്റത്തെ ഒരു ഇൻഡക്ഷൻ കപ്പ് ലൈക്ക് സ്ട്രക്ചർ ഉണ്ടാക്കിയിട്ടുള്ളത്. ജസ്റ്റ് നമുക്കതൊന്ന് ബ്രീഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പോവാം. ഓക്കെ, സോ ഫസ്റ്റ് ഈസ് ദ ഷെയ്ഡഡ് പോൾ സ്ട്രക്ചർ. സോ ഷെയ്ഡഡ് പോൾ സ്ട്രക്ചറിൻ്റെ കൺസ്ട്രക്ഷൻ ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ ഇതാണ് നമ്മുടെ മാഗ്നറ്റിക് കോർ എന്നുള്ളത്. സോ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ പിവോട്ടഡ് അലുമിനിയം ഡിസ്ക് വിച്ച് ഈസ് ഫ്രീ ടു റൊട്ടേറ്റ് ഇൻ ദ എയർ ഗ്യാപ്പ് ഓഫ് എൻ ഇലക്ട്രോമാഗ്നറ്റ്. അപ്പോൾ നമ്മളെല്ലാം ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ്, ഇലക്ട്രോമാഗ്നറ്റ് ആണ് പറയുമ്പോൾ ഇപ്പോൾ ഇതാണ് നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റ്. ഓൾമോസ്റ്റ് സി ഷേപ്പ് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. അതിൽ വൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എവിടെ നിന്നാണ് എന്താണ് നമ്മൾ മെഷർ ചെയ്യുന്ന റിലേയിങ് ക്വാണ്ടിറ്റി സോഴ്സിൽ നിന്നുള്ളതാണ് ഈ വൈൻഡിങ് വരുന്നത്. അപ്പോൾ ഈ കറണ്ടാണ്, ഇത് കൂടെ വരുന്ന കറണ്ടാണ് ഇതിനെ ഇലക്ട്രോ മാഗ്നറ്റ് ആയിട്ട് മാറ്റുന്നത്. അപ്പോൾ അത് നോർമൽ ഒരു, അപ്പോൾ ഇവിടെ പിന്നെ ഈ ഗ്യാപ്പിൻ്റെ ഇടയിലാണ് നമ്മൾ ഡിസ്ക് നിൽക്കുന്നത്. ഓക്കെ, so one half of each pole of the magnet is surrounded by a copper band known as shading ring. അതായത് നമ്മൾ ഈ പോയിന്റിൽ ഈ ഓപ്പണിംഗ് സ്പേസിൽ ഇതിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മളുടെ മൊത്തം പോൾ എന്നുള്ള രീതിയിൽ പറയാം, ഇതോ 2 പോളുകളാണെന്നുണ്ടെങ്കിൽ അതിനെ 2 ഹാഫായി സ്പ്ലിറ്റ് ചെയ്ത് ഒരെണ്ണത്തിൻ്റെ അവിടെ നമ്മൾ ഷെയ്ഡിങ് റിങ് കൊടുത്ത് വെച്ചിരിക്കുകയാണ്. കോപ്പർ ബാൻഡ് വെച്ചിട്ട് ഇതിനെ ഷെയ്ഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ അതേ ഫ്ലക്സ് അല്ല ഇവിടെ വരിക, ഫ്ലക്സുകൾ തമ്മിലുള്ള ഒരു വ്യത്യാസം വരും, കാരണം ഇത് ഷെയ്ഡഡ് ആണ്. But the alternating flux phi-s in the shaded portion of the poles will, owing to the reaction of the current induced in the ring, lag behind the flux phi-u in the unshaded portion. Okay, so phi-u ആണ് നമ്മുടെ ഷെയ്ഡ് ചെയ്യാത്ത പോർഷനിലെ ഫ്ലക്സ് എങ്കിൽ phi-s എന്നുള്ള ഷെയ്ഡഡ് പോർഷനിലെ ഫ്ലക്സ് ഇതിനെ ലാഗ് ചെയ്യും ബൈ ആൻ ആംഗിൾ ആൽഫ. അപ്പോൾ ആ ലാഗിങ് ഉണ്ടാക്കാൻ, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടെ നമ്മൾ പ്രൈമറി റിക്വയർമെൻറ്റ് ഇൻഡക്ഷന് വേണ്ടിയിട്ടുള്ള എന്താ, 2 ഫ്ലക്സുകൾ സെയിം ഫ്രീക്വൻസി ബട്ട് ഡിഫറിങ് ഇൻ ഫേസ് ബൈ ആൻ ആംഗിൾ ആൽഫ. ആ ആൽഫ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഷെയ്ഡിങ് കൊടുത്തത്. ഈ ഷെയ്ഡിങ് കാരണം അവിടെ എന്തുണ്ടായി, ആൽഫ ഫേസ് ഡിഫറൻസ് വരുന്നു. സോ ദീസ് 2 AC ഫ്ലക്സസ് ഡിഫറിങ് ഇൻ ഫേസ് വിൽ പ്രൊഡ്യൂസ് ദ നെസസറി ടോർക്ക് ടു റൊട്ടേറ്റ് ദ ഡിസ്ക്. അപ്പോൾ ഈ എന്താണ് അവിടെ ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ നമ്മുടെ റിലേഷൻ ഉണ്ടായിരുന്നു എന്താ, T proportional to phi1 max phi2 max sin alpha ആണല്ലോ. അപ്പോൾ ഇവിടുത്തെ phi-s phi-u ആണെങ്കിൽ പ്രൊപ്പോർഷണൽ ടു ടോർക്ക് എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു phi-s phi-u sin alpha എന്നുള്ള രീതിയിൽ വരും. ഇനിയിപ്പോൾ ഫ്ലക്സുകൾ നമുക്ക് ഡയറക്റ്റ് പ്രൊപ്പോർഷണൽ ടു കറണ്ട് എടുക്കുകയാണെങ്കിൽ എന്ത് വരും, T proportional to I square sin alpha എന്ന് വരും. I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലേ കോയിൽ കൂടുതലുള്ള കറണ്ട് എവിടത്തെയാണ് നമ്മൾ സെൻസ് ചെയ്യുന്നത്. സോ ടോർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് കറണ്ട് ആൻഡ് സൈൻ ആൽഫ എന്നുള്ളത് കിട്ടും. ഓക്കെ, അതായിരുന്നു ഷെയ്ഡഡ് പോൾ സ്ട്രക്ചർ. നെക്സ്റ്റ് ഈസ് എ വാട്ട് അവർ മീറ്റർ സ്ട്രക്ചർ. ഈ കാണുന്നതാണ് നമ്മുടെ വാട്ട് അവർ മീറ്റർ സ്ട്രക്ചർ. ദി സ്ട്രക്ചർ ഗെറ്റ്സ് ഇസ് നെയിം ഫ്രം ദ ഫാക്ട് ദാറ്റ് ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ വാട്ട് അവർ മീറ്റേഴ്സ്. വാട്ട് അവർ മീറ്റേഴ്സിൽ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ഇതിനെ നമ്മൾ വാട്ട് അവർ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതിൽ നമുക്ക് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാം, നേരത്തെ പോലെ തന്നെ പിവോട്ടഡ് അലുമിനിയം ഡിസ്ക് ഉണ്ട്. ഇവിടെ 2 മാഗ്നറ്റുകളാണുള്ളത്, ഒരു അപ്പർ മാഗ്നറ്റും ലോവർ മാഗ്നറ്റും സെപ്പറേറ്റ് ആയിട്ടുണ്ട്. പിന്നെ വൈൻഡിങ്ങും 2 സെറ്റ് ഓഫ് വൈൻഡിങ് ആണ്, അതുകൊണ്ടാണ് ഡബിൾ വൈൻഡിങ് സ്ട്രക്ചർ എന്ന് പറഞ്ഞത്. ഇപ്പോൾ ഒരു പ്രൈമറി വൈൻഡിങ് ആണ് ഇവിടെ കണക്ട് ചെയ്തിട്ടുള്ളത് അപ്പർ മാഗ്നറ്റിൽ. ഇവിടെ നിന്നാണ് റിലേ മെഷർ ചെയ്യുന്ന കറണ്ട് I1 എന്ന് പറയാം. അപ്പോൾ അതാണ് ഇവിടെ കണക്ട് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ സെക്കൻഡറി ആണ് ഇവിടെ കെടുക്കുന്നത്. പക്ഷേ അപ്പുറത്ത് ഇനി നമുക്ക് സെക്കൻഡ് മാഗ്നറ്റിൽ ഒരു ലോവർ മാഗ്നറ്റ് ഉണ്ടല്ലോ, അതിലെ വൈൻഡിങ്ങിനായിട്ട് സീരീസിലാണ് ഇത് സെക്കൻഡറി കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇവിടെ സംഭവിക്കുക എന്തായിരിക്കും, കറണ്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കൂടെ പ്രൈമറിയിൽ കൂടെ കറണ്ട് പോകുന്നത് കാരണം ഇത് മാഗ്നറ്റൈസ് ചെയ്യും. ഇതിൽ phi1 എന്ന് പറഞ്ഞൊരു ഫ്ലക്സ് ഉണ്ടാവും. ഈ ഫ്ലക്സ് കാരണം എന്ത് ഇൻഡ്യൂസ് ചെയ്യും, ഇവിടെ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യും സെക്കൻഡറി സർക്യൂട്ടിൽ. അപ്പോൾ അവിടുത്തെ അത് കാരണം അവിടെ എന്തുണ്ടാവും, ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാവും. അതാണ് I2 എന്ന് പറയുന്നത്. അതേപോലെ അവിടെ ഉണ്ടാവുന്ന ഫ്ലക്സ് phi2. അപ്പോൾ ഈ പരസ്പരം നേരത്തെ പോലെ I1ഉം phi2ഉം ഇൻട്രാക്ട് ചെയ്യും, phi1ഉം I2ഉം തമ്മിൽ ഇൻട്രാക്ട് ചെയ്യും, നമ്മളുടെ എഫക്റ്റീവ് ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നു. So it consists of a pivoted aluminum disc arranged to rotate freely between the poles of 2 electromagnets. Upper electromagnet carries 2 sets of windings, the primary and the secondary. The primary winding carries the relay current I1 while the secondary winding is connected to the winding of the lower magnet. And the primary current induces EMF in the secondary and so circulates the current
I2 in it. ഇപ്പോൾ ഞാൻ പറഞ്ഞു phi1 കാരനാണ് ഇവിടെ EMF ഇൻഡ്യൂസ് ചെയ്തിട്ട് I2 എന്ന് പറഞ്ഞ കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. ആൻഡ് ദ ഫ്ലക്സ് I2 ഇൻഡ്യൂസ്ഡ് in the lower magnet by the current in the secondary winding of the upper magnet will lag behind phi1 by an angle alpha. So ഇൻഡ്യൂസ് ചെയ്ത കറണ്ട് I2 കാരണമാണ് നമ്മളെ ഇവിടുത്തെ phi2 എന്ന് പറഞ്ഞിട്ടുള്ള ഫ്ലക്സ് ഉണ്ടായിട്ടുള്ളത്. ഈ phi2 എന്ന് പറഞ്ഞ ഫ്ലക്സ് എന്തിനെ ലാഗ് ചെയ്യും? phi1 എന്ന് പറഞ്ഞ ഫ്ലക്സിനെ ആൽഫ ആംഗിളിൽ ലാഗ് ചെയ്യും. അതായിരുന്നു നമ്മുടെ ബേസിക് റിക്വയർമെന്റ്. ഇപ്പോൾ രണ്ട് മാഗ്നറ്റുകൾ, രണ്ട് ഫ്ലക്സുകൾ വന്നു, ഇടയിൽ പിവോട്ടഡ് അലുമിനിയം ഡിസ്ക് വന്നു. ആൻഡ് ദീസ് ടു ഫ്ലക്സസ് phi1 and phi2 differing in phase by alpha will produce a driving torque on the disc which is proportional to phi1 phi2 sin alpha. അപ്പോൾ അത്രയാണ് അതിൽ വരുന്നത്. phi1 phi2 sin alphയ്ക്ക് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള ഡ്രൈവിംഗ് ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യും. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഓപ്പറേഷൻ കൺട്രോൾ ചെയ്യാം. ക്യാൻ ബി കൺട്രോൾ ബൈ ഓപ്പണിംഗ് ഓർ ക്ലോസിംഗ് ദ സെക്കൻഡറി വൈൻഡിങ് സർക്യൂട്ട്. അതായത് നമുക്കറിയാം പ്രൈമറിയിൽ കൂടെ കറണ്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഫ്ലക്സ് ഉണ്ടാവും. ഈ ഫ്ലക്സ് കാരണം EMF ഇവിടെ ഇൻഡ്യൂസ് ചെയ്യുന്നല്ലോ സെക്കൻഡറിയിൽ. അപ്പോൾ അവിടെ കറണ്ട് വരണമെങ്കിൽ സെക്കൻഡറി സർക്യൂട്ട്, ഈ വൈൻഡിങ് സർക്യൂട്ട് ക്ലോസ്ഡ് ആണ്. അപ്പോൾ അത് വേണമെങ്കിൽ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഓപ്പറേഷൻ ഒഴിവാക്കാം എന്നുള്ള രീതിയിലാണ് പറയുന്നത്. സോ ഇഫ് ദിസ് സർക്യൂട്ട് ഈസ് ഓപ്പൺ, നോ ഫ്ലക്സ് ക്യാൻ ബി സെറ്റ് ബൈ ദ ലോവർ മാഗ്നറ്റ്. However great the value of the current in the primary winding may be, and consequently no torque will be produced, and therefore the relay can be made inoperative by opening its secondary winding circuit. So secondary winding circuit switch വെച്ച് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ റിലേനെ ഇനാക്റ്റീവ് ആക്കാൻ പറ്റും. Then is the induction cup structure. പിന്നെ ലാസ്റ്റ് വരുന്നതാണ് induction cup structure. So അതിന്റെ കൺസ്ട്രക്ഷൻ ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. It closely resembles an induction motor except that the rotor iron is stationary. Rotor iron stationary ആണ് എന്നുള്ള ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഓൺലി ദ റോട്ടർ കണ്ടക്ടർ പോർഷൻ ബീങ് ഫ്രീ ടു റൊട്ടേറ്റ്. കണ്ടക്ടർ പോർഷൻ മാത്രമാണ് റൊട്ടേറ്റ് ചെയ്യുന്നുള്ളൂ. അയൺ അവിടുത്തെ സ്റ്റേഷനറി ആണ്. റോട്ടറി സ്റ്റേഷനറി കോറാണ്. അതിൻ്റെ ചുറ്റുമായിട്ടുള്ള എന്ത് മാത്രമേ കണ്ടക്ടർ മാത്രമാണ് അവിടെ റൊട്ടേഷൻ വരുന്നുള്ളൂ. ഓക്കെ. And the moving element is a hollow cylindrical rotor which turns on its axis, and the rotating field is produced by two pairs of coils wound on four poles as shown. ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് 4 പോളുകൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലായിട്ട് 2 പെയർ ഓഫ് വൈൻഡിങ് വരുന്നത്. ഇപ്പോൾ മേലത്തെ ഈ വെർട്ടിക്കലായിട്ട് നിൽക്കുന്ന ഈ 2 പോൾസിലായിട്ടാണ് ഈ S1 എന്ന് പറഞ്ഞിട്ടുള്ള വൈൻഡിങ് വൈൻഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടുന്ന് കണ്ടിന്യൂ ചെയ്ത് ഇങ്ങോട്ട് വന്ന് ഇവിടെ കംപ്ലീറ്റ് ആക്കുന്നു. അതേപോലെ S2 എന്ന് പറയുന്ന വൈൻഡിങ് വരുന്നത് ഹൊറിസോണ്ടൽ ആയിട്ട് നിൽക്കുന്ന ഈ 2 പോളുകളുടെ മുകളിലാണ്. അപ്പോൾ 2 സെറ്റ് ഓഫ് വൈൻഡിങ്സ് ഉണ്ട് wound on 4 poles. And the rotating field induces currents in the cup to provide the necessary driving torque. ഈ എന്താ ഫീൽഡ് കാരണം അതിൽ എന്തുണ്ടാവും? ടോർക്ക് ഉണ്ടാവത്തക്ക രീതിയിൽ കറൻസിനെ ഇൻഡ്യൂസ് ചെയ്യും. ആൻഡ് ഈ phi1 and phi2 represents the fluxes produced by these respective pairs of poles, then the torque produced is proportional to what? phi1 phi2 sin alpha, where alpha is the phase difference between the ടു ഫ്ലക്സസ്. ഇപ്പോൾ ഇവിടെയും 2 സെറ്റ് ഓഫ് വൈൻഡിങ്സ് വെച്ച് 2 എന്താ പറയുക പോളുകൾ രണ്ടെണ്ണം വെച്ചിട്ടുണ്ടാകുമ്പോൾ 2 ഫ്ലക്സുകൾ phi1 phi2 ഉണ്ടാകുന്നു. അവർ ആംഗിൾ ഒരു ആൽഫയിലുണ്ട്. അപ്പോൾ അവർ തമ്മിൽ ഇൻട്രാക്ട് ചെയ്യുന്ന അർത്ഥപോലെ ഇൻഡ്യൂസ് ചെയ്ത കറണ്ടും ഇൻട്രാക്ട് ചെയ്ത് ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് കൺസ്ട്രക്ഷൻ ഡിഫറെൻ്റ് ആണ്. അതാണ് ഇൻഡക്ഷൻ കപ്പ് സ്ട്രക്ചർ വരുന്നത്. ഓക്കെ. ആൻഡ് control spring and the backstop for closing of the contacts carried on an arm are attached to the spindle of the cup to prevent continuous rotation. കണ്ടിന്യൂസ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അതിൽ കൺട്രോൾ സ്പ്രിങ് ആൻഡ് ബാക്ക് സ്റ്റോപ്പ് ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരിക്കും അതിൻ്റെ എന്താ പറയുക ഓൺ ദ ആം. And the induction cup structures are more efficient torque producers than either the shaded pole or the watt-hour meter structures. അപ്പോൾ ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ട് ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ട്രക്ചർ ഈ സ്ട്രക്ചറാണ്. ഇൻഡക്ഷൻ കപ്പ് സ്ട്രക്ചറാണ്. മുന്നേ പറഞ്ഞ രണ്ടിനെക്കാട്ടിലും മേലെ. Therefore this type of relay has very high speed and may have an operating time less than 0.1 second. So 0.1 സെക്കൻഡിനെക്കാട്ടിലും കുറഞ്ഞ ടൈമിൽ ഓപ്പറേറ്റ് ചെയ്യും. Okay, so that's all about induction type relays.